ഇന്നത്തെ എപ്പിസോഡിൽ ഒരൊറ്റ ഡയലോഗ് ഉണ്ട്. നോറെ അങ്ങ് തകർത്ത് കളഞ്ഞു കേട്ടോ അൻസിബ. എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കയറി കണ്ടവർക്ക് ഇത് കുറച്ചും കൂടെ വ്യക്തമാകും. ലൈവിൽ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചോദ്യം നോറയുടെ ടാസ്കിനെ തന്നെ പൊളിച്ചു കളഞ്ഞു. രാവിലെ ബിഗ് ബോസ് നോറയ്ക്ക് കൊടുത്ത ടാസ്ക് എന്താണ്? എന്ത് ചോദിച്ചാലും തെറ്റുത്തരം പറയുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ ആ ഒരു ടാസ്കിൻ്റെ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്ന് നോറ പ്രൊവോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് അൻസിബയുടെ ഒരൊറ്റ ഡയലോഗ്. സ്വന്തം വീട്ടുകാരെ പോലും നാട്ടുകാരുടെ മുന്നിൽ പിച്ചി ചീന്താൻ ഇട്ട് കൊടുത്തിട്ട് വിക്ടിം കാർഡ് കളിച്ചുകൊണ്ടിരിക്കാറില്ല അല്ലേ നോറ എന്നൊരൊറ്റ ചോദ്യം അൻസിബ ചോദിച്ചിട്ട് പോയൊരു ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒറ്റ ചോദ്യത്തിൽ തന്നെ നിന്ന നിപ്പിന് അങ്ങ് ഭൂമിയുടെ അടിയിലേക്ക് താന്നു പോയെങ്കിൽ മതിയായിരുന്നെന്ന് ചിലപ്പോൾ നോറയ്ക്ക് തോന്നിക്കാണും. നോറയുടെ സകല നിയന്ത്രണവും തെറ്റി, ടാസ്കിന്റെ കാര്യം അങ്ങ് മറന്നു. ഇത് പേഴ്സണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നോറ അങ്ങോട്ട് കയറി മറുപടി പറയാൻ തുടങ്ങി. സ്വന്തം വീട്ടുകാരെ പിച്ചി ചീന്തുമായിരുന്നുവെങ്കിൽ ഓര് ഈ വീട്ടിൽ കയറൂലായിരുന്നു. ഒരിക്കലും എന്നെ കാണണ്ട, മരിച്ചാൽ പോലും കാണണ്ട എന്ന് പറഞ്ഞ ഉപ്പ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യത്താൽ വന്നതാണെന്നാണ് നോറ പറയുന്നത്. പക്ഷെ അൻസിബ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. എന്നിട്ടും ആ മനുഷ്യനെ പറ്റി കുറ്റമാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോറ എന്ന് വളരെ വ്യക്തമായിട്ട് അൻസിബ മറുപടി പറയുന്നു. എന്ത് കുറ്റം പറഞ്ഞു ഞാനെന്നൊക്കെ ചോദിച്ചിട്ട് നോറ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാൻ ഇനിയും പറയും. അത് കുറ്റം പറച്ചിലല്ലേ ഇപ്പം നോറ. എന്തായാലും ഇന്ന് സത്യം പറഞ്ഞാൽ നോറ അങ്ങോട്ട് പൊളിച്ചടുക്കി കളഞ്ഞു കേട്ടോ അൻസിബ. ഇന്നത്തെ ഫുൾ ഡേ നോറ ഇതിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം കഴിഞ്ഞ് നോറ ഈ ഒരു ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നോറയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ശരിക്കും നോറക്കിട്ട് ഈ ആനയുടെ മസ്തകത്തിൽ അടിക്കണമെന്നൊക്കെ പറയുന്നത് പോലെ നോറയുടെ വീക്ക് പോയിന്റ് നോക്കിയാണ് അൻസിബ അടിച്ചത്. ഈ ഒറ്റ കാരണം കൊണ്ട് നിസ്സംശയം പറയാം അൻസിബ ഒരു ബ്രില്യൻറ്റ് മൈൻഡ് ഗെയിമറാണ്.